ദീനിന്റെ കാര്യം അത് ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ഒരു കണിശതയും ഇല്ലാതെ ഉറച്ചു നിന്നു. അതിലേക്ക് അന്യ മതസ്ഥരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കലർത്താൻ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഒരു വർഷം നീ നിന്റെ ആരാധിച്ചു, ഒരു വർഷം ഞങ്ങളുടെ ആരാധിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ കാഫിറൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പേര് സൂറത്തിലുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ. ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്ത് അവതരിച്ചത്. അള്ളാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മുഹമ്മദ് നീ അവരോട് പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ, അല്ലയോ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്ത ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല, ഒരിക്കലും ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുകയില്ല. ഈ കോലത്തിലാണ് നിങ്ങളെങ്കിൽ എന്റെ ദീനിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റു പലതിനെയും ആരാധിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നിങ്ങൾക്കും ഒരേ ദീനിലാവാൻ പറ്റില്ല. നമ്മുടെ ദീൻ ഒരിക്കലും ലയിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അത് നിങ്ങളെടുത്തോ, എനിക്കത് വേണ്ടതില്ല, വലിയ ദീൻ, എനിക്ക് എന്റെ ദീനുണ്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ് വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആയത്തുകളൊന്നാണ് ഇത്. എന്ന് ചില ആളുകൾ പറയും, ലക്കും ദീനുക്കും, നിങ്ങൾ ദീനെടുത്തോ, വലിയ ദീൻ, ഞാൻ എന്റെ ദീനായിട്ട് നടന്നുകൊണ്ട്. അതല്ല അതിന്റെ അർത്ഥം. അത് യഥാർത്ഥത്തിൽ അവരുടെ ദീനിനെ തള്ളി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വാക്കാണ്. ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനെടുത്ത്, എനിക്കത് ആവശ്യമില്ല എന്നതിന്റെ അർത്ഥം. എനിക്ക് നിങ്ങളുടെ ദീൻ ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ആശയങ്ങൾ അതെനിക്ക് വേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞത്, ലക്കും കുഫ്റുക്കും, നിങ്ങൾ നിങ്ങളുടെ കുഫ്ർ എടുത്തോളൂ, വലിയ ദീനിയൽ ഇസ്ലാം, എനിക്ക് എന്റെ ദീനായ ഇസ്ലാം ഉണ്ട്, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഏതുപോലെ ഒരാൾ ഒരു കാര്യത്തിൽ തർക്കത്തിൽ, രണ്ടുപേര് ഒരു കാര്യം വേണോ വേണ്ടെന്നുള്ള തർക്കത്തിലായി വിചാരിക്കാം. അപ്പോൾ ഒരുത്തൻ വിലയില്ലാത്ത പോലെ നീ എടുത്തു, എനിക്ക് വേണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ലക്കും ദീനുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ദീൻ എടുത്തോളൂ, അത് നിങ്ങൾ സ്വീകരിച്ചോളൂ, നിങ്ങൾ കൊണ്ടെടുത്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ അതിനെ ബഹുമാനിച്ചോളാം എന്നൊന്നും അതിന്റെ അർത്ഥമില്ല. മറിച്ച് അത് നിങ്ങൾ എടുത്തോളൂ, എനിക്കത് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ സൂറത്തിന്റെ ആരംഭം. വളരെ സ്നേഹത്തിൽ നിങ്ങൾ ദീൻ എടുത്തോളി എന്നാണ് പറഞ്ഞതെങ്കിൽ ആ ആയത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലയോ കാഫിറുകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കല്ല, മറിച്ച് ശക്തമായ വാക്ക് പറഞ്ഞ സന്ദർഭമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ്, നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി വായിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇത് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എന്താ പറയാ, എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്ന ചിന്തയുമായി വന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയേണ്ടി വന്ന സൂറത്താണ് ഈ സൂറത്ത്. അതാണ് ഇന്ന് ആളുകൾ മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കണം എന്ന് പറയാൻ തെളിവാക്കുന്നത്. ഖുർആൻ അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി വായിക്കപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ ദീനിൽ നിന്ന് നമ്മെ അകറ്റുക എന്നത് മുശ്രിക്കുകൾ ആഗ്രഹിക്കുന്ന അവരുടെ പൊതുവായ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. മുസ്ലിമീങ്ങളിൽപ്പെട്ട കുഫാറുകളിൽപ്പെട്ട ധാരാളം ആളുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ആയതിനു ശേഷം അതിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിനെ ഒഴിവാക്കുകയും അവരെ പോലെ കാഫിറുകളാവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇസ്ലാമിനെ നശിപ്പിക്കാൻ, അതിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ മുശ്രിക്കുകൾ ഉപയോഗിക്കുമെന്ന ചിന്തയും ബോധ്യവും ഓരോ മുസ്ലിമിന്റെയും മനസ്സിലുണ്ടായിരിക്കേണ്ടത്. ശരി.